സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇരട്ട സന്തോഷമാണ്. കാതൽ മികച്ച രണ്ടാമത്തെ ചിത്രം, ഒപ്പം തന്നെ പ്രത്യേക ജൂറി പരാമർശം, ഒപ്പം തന്നെ എടുത്തു പറഞ്ഞിരിക്കുന്നത് ജൂറി തങ്കൻ്റെ ആത്മസംഘർഷങ്ങളെക്കുറിച്ചാണ്. സുധി ബാലുശ്ശേരി കാതൽ സുധിയായത് പറയാം. അല്ല, അത് ഞാൻ ഒരുപാട് പറഞ്ഞാണ്. അല്ല, ഒരുപാട് സന്തോഷം. കാരണം വല്ല കേരളത്തിലെ ഏറ്റവും വലിയൊരു അവാർഡാണല്ലോ. വ്യക്തിപരമായ ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാടകത്തിൽ ഒരുമിച്ചുണ്ടായിരുന്നു. എൻ്റെ നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ട്, സംവിധാനം ചെയ്ത നാടകത്തിൽ ഞാൻ ഉണ്ടായിരുന്നു. അല്ല, എനിക്ക് ഒരു ശാന്തേട്ടൻ്റെ ഫെസ്റ്റിവലിൽ ആരോ ഒരാൾ. പിന്നെ മറ്റൊരു സന്തോഷം, എൻ്റെ അനിയനായിട്ടുള്ള ഗൂഗിൾ സുരേഷിനും കിട്ടിയ അതിൻ്റെ സന്തോഷമുണ്ട്. അതെ, കോഴിക്കോട് നാടകവേദിയുടെ കരുത്ത് തന്നെയല്ലേ സത്യത്തിൽ നമ്മൾ ഈ ഒരു പുരസ്കാര പ്രഖ്യാപനത്തിലൂടെ കാണുന്നത്? കോഴിക്കോട് നാടകവേദി ഞാൻ വേർതിരിച്ച് പറയില്ല. നാടകവേദിയുടെ ഒരു കരുത്ത് എനിക്ക് ഇതിന് ഒരു ഉപകാരപ്പെട്ടിട്ടുണ്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ക്യാരക്ടർ സ്റ്റഡിയൊക്കെ പോകുമ്പോൾ അങ്ങനെ ഒരു ഉപകാരപ്പെട്ടായി തോന്നിയിട്ടുണ്ട്. നാടകവേദിയുടെ പൊതുവായിട്ടുള്ളൊരു കരുത്ത് എന്തായാലും ഈ പുരസ്കാരത്തിലുണ്ട്. ഒപ്പം തന്നെ എങ്ങനെ ഉണ്ടായിരുന്നു, പ്രതീക്ഷ ഉണ്ടായിരുന്നോ? ഞാൻ സത്യം പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ഓരോന്നും ബോണസാണ്. കാതലിൽ അഭിനയിക്കാൻ അവസരം കിട്ടുന്നവരെ ഒരു ബോണസാണ്. അപ്പം ഞാൻ അങ്ങനെ എൻ്റെ കാതലിന് കുറച്ച് അവാർഡുകളൊക്കെ പ്രതീക്ഷിച്ചിരുന്നു. ഈ രീതിയിൽ അങ്ങനെ പ്രതീക്ഷിച്ചൊന്നുമില്ല. ഞാൻ മനസ്സിന് അങ്ങനെ തന്നെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം പ്രാവശ്യം ഒരുപാട് സിനിമകളിലല്ലേ, 160ഓളം സിനിമ. അതിൽ ഞാൻ കാണാത്തതായിട്ടുള്ള ഒരുപാട് സിനിമകളുണ്ട്. അതിൽ തന്നെ ഏതൊക്കെയാണ് പുതിയ സിനിമകൾ വരാനിരിക്കുന്നത്? നരിവേട്ടയാണ് ഷൂട്ട് കഴിഞ്ഞിരിക്കുന്നത്. അപ്പം എൻ്റെ പോർഷൻ കഴിഞ്ഞു. ടൊവിനോയുടെ കൂടെയായിട്ട് ടൊവിനോ, ചേരൻ, പിന്നെ സുരാജ് വെഞ്ഞാറമൂട്, സുരാജ് ചേട്ടനൊക്കെ അഭിനയിക്കുന്ന പടമാണ്. പിന്നെ അടുത്ത പടം ചിലപ്പം ഫിക്സ് ആയിട്ടില്ല, കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് പോകും. മമ്മൂക്ക വിളിച്ചിരുന്നു, ഒപ്പം തന്നെ ജിയോ ബേബി, ജോർജേട്ടൻ വിളിച്ചിരുന്നു. വിളിക്കുക എന്നാൽ ഫോണ് അപ്പോഴത്തേക്ക് ഫോൺ ഫുൾ ടൈം കോളായത് കാരണം ജോർജേട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. മമ്മൂക്ക ഷോട്ടിലാണെന്ന് തോന്നുന്നു. അവിടെ ജിയോയുടെ മെസ്സേജ് ഉണ്ടായിരുന്നു. പിന്നെ ഫോൺ അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല, ഞാൻ ഫോണും കൂടെ കൊടുത്താൽ. എന്തായാലും അഭിനന്ദനങ്ങൾ. ഒപ്പം തന്നെ ഈ ഒരു അഭിനയ യാത്രയ്ക്ക് ഒരു കരുത്ത് പകരുന്നതാവട്ടെ ഈ പുരസ്കാരം.